Hi all. +1 കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഫോക്കസ് ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും വീഡിയോ കണ്ട് നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ബോയിൽസ് ലോയും ചാൾസ് ലോയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് മൂന്നാമത്തെ ഗ്യാസ് ലോ ഡിസ്കസ് ചെയ്യാം. അവോഗാഡ്രോ ലോ നിങ്ങളുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഫോക്കസ് ഏരിയയിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് അവോഗാഡ്രോസ് ലോ. എന്താണ് അവോഗാഡ്രോസ് ലോ? എന്താണ് സ്റ്റേറ്റ് അവോഗാഡ്രോ ലോ എന്ന് ചോദിക്കാം. അതായത് equal volumes of all gases under same condition of temperature and pressure contain equal number of molecules. ഒരേ വോള്യത്തിൽ ഡിഫറെൻറ്റ് ഗ്യാസസ് എടുത്തു, അത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരേ വോള്യമുള്ള 3 സിലിണ്ടറിൽ ഒന്നിൽ ഹൈഡ്രജനും ഒന്നിൽ ഓക്സിജനും ഒന്നിൽ നൈട്രജനും എടുത്തു. അത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറും പ്രഷറും കണ്ടീഷൻ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് 3 സിലിണ്ടറും വെച്ചത് എന്നുണ്ടെങ്കിൽ അതിൽ ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം ഹൈഡ്രജനിലും ഓക്സിജനിലും നൈട്രജൻ നമ്മളെടുത്ത 3 എണ്ണത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം തുല്യമായിരിക്കുമെന്നാണ് അവോഗാഡ്രോ പറഞ്ഞത്. അപ്പോൾ എന്താണ് അവോഗാഡ്രോസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ലോ സ്റ്റേറ്റ് ദാറ്റ് ഈക്വൽ വോള്യൂംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഒരേ വോള്യൂംസ് ഉള്ള എല്ലാ ഗ്യാസസിലും ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും, അത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറും പ്രഷറും സെയിം കണ്ടീഷനാണെങ്കിൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം തുല്യമായിരിക്കുമെന്നാണ് ഏത് ലോ പറയുന്നത്? അവോഗാഡ്രോ ലോ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി പഠിക്കണം. അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് V പ്രൊപ്പോർഷണൽ ടു N. V is the volume, N is the number of moles at constant temperature and pressure. പ്രൊപ്പോർഷണൽ ഒഴിവാക്കി അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? കോൺസ്റ്റൻറ്റ് കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ എന്തായി? V is equal to a constant into N. V is equal to a constant into N. ഇതാണ് അവോഗാഡ്രോൻ്റെ ലോൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. വോള്യവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അവോഗാഡ്രോ ലോ. ബോയിൽസ് ലോയുടെയും ചാൾസ് ലോയുടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അവോഗാഡ്രോ ലോ എന്ന് പറയുന്നത് വോള്യവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. സ്ട്രെയിറ്റ് ലൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ഇൻ ദിസ് കേസ് N increases with increase in volume. Number of moles increases with increase in volume. A straight line indicate that number of moles increases with increase in volume. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ 3 ലോസ് പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ബോയിൽസ് ലോയും ചാൾസ് ലോയും പറഞ്ഞു തന്നിരുന്നു. ഇന്ന് അവോഗാഡ്രോ ലോയും പറഞ്ഞു തന്നു. ഈ 3 ലോ കൃത്യമായി പഠിച്ചതിൻ്റെ ശേഷം മാത്രമേ ഈ നെക്സ്റ്റ് ടോപ്പിക്കായ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് നിങ്ങൾ വരാൻ പാടുള്ളൂ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് the combination of Boyle's law, Charles' law and Avogadro law leads to an equation, okay, which give the combined effect of combining Boyle's law, Charles' law and Avogadro law. We get a general equation relating pressure, volume, absolute temperature and number of mole. എന്തൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടുന്നു? ഈ 3 ലോയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രഷറും വോള്യവും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജനറൽ ഇക്വേഷൻ ലഭിക്കുന്നു. ആ ജനറൽ ഇക്വേഷനെയാണ് എന്തെന്ന് പറയുന്നത്?
ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ബോയിൽസ് ലോയും ചാൾസ് ലോയും അവോഗാഡ്രോ ലോയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രഷറും വോള്യവും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ആ ഇക്വേഷനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക? എക്സാമിന് ചോദിക്കും ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതല്ലെങ്കിൽ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് ചോദിക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചോദിക്കാം. സിമ്പിളാണ്, ഒന്ന് നോക്കൂ. എങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക? ബോയിൽസ് ലോ പ്രകാരം V is proportional to 1/P at a constant temperature. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? P proportional to 1/V എന്നായിരുന്നു അവിടെ പറഞ്ഞത്. അത് നമ്മൾ V ആയിട്ട് എഴുതിയതാണ്. V proportional to 1/P. ഞാൻ അന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു V proportional to 1/P എന്നും പറയാം. നമ്മളിവിടെ വോള്യൂം റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഡെറിവേഷന് വേണ്ടി V proportional to 1/P. ചാൾസ് ലോൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോള്യൂം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അക്കോർഡിംഗ് ടു അവോഗാഡ്രോ ലോ നമ്മൾ പഠിച്ചു വോള്യൂം ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇക്വേഷൻ 1, 2 and 3 ഈ 3 ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്താൽ ബോയിൽസ് ലോയുടെയും ചാൾസ് ലോയുടെയും അവോഗാഡ്രോ ലോയുടെയും ഇക്വേഷൻ കമ്പൈൻ ചെയ്യുക. അപ്പോൾ എന്തായി? ഈ സൈഡിലെ എല്ലായിടത്തും എന്തുതന്നെയാണ്? V. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു NT/P എന്ന് കിട്ടും. അതായത് 1/P ഇൻറ്റു T ഇൻറ്റു N അല്ലേ? 1/P ഇൻറ്റു T ഇൻറ്റു N ഇറ്റ് ഈസ് ഈക്വൽ ടു NT/P ആണല്ലോ. ഇനി ഈ പീനെ എങ്ങോട്ട് കൊണ്ടുപോവുക? അപ്പം എന്തായി? PV ഈസ് പ്രൊപ്പോർഷണൽ ടു NT എന്നാവും. PV ഈസ് പ്രൊപ്പോർഷണൽ ടു NT. ഇനി ഈ പ്രൊപ്പോർഷണൽ ഒഴിവാക്കുന്നു. ഈ പ്രൊപ്പോർഷണൽ ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റൻറ്റിനെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കോൺസ്റ്റൻറ്റ് R എന്ന കോൺസ്റ്റൻ്റാണ്. അപ്പോൾ V is equal to ഞാൻ പറഞ്ഞ സ്റ്റെപ്പിൻ്റെ മുന്നേ കോൺസ്റ്റൻറ്റ് അപ്ലൈ ചെയ്തു എന്ന് മാത്രം. V is equal to RNT/P. എവിടെ നിന്നാണ് ഈ R വന്നത്? പ്രൊപ്പോർഷണൽ ഒഴിവാക്കിയിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ കൊടുത്തു. ഇവിടെ R എന്നുള്ള കോൺസ്റ്റൻ്റാണ് കൊടുത്തത്. ഈ R എന്നുള്ള കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇനി പീനെ NT/P എന്നുള്ള പീനെ ആരുടെ അടുത്തേക്ക് കൊണ്ടുപോവുക? വിയുടെ അടുത്ത്. അപ്പോൾ എന്തായി? PV is equal to nRT. PV is equal to nRT. ഇതാണ് PV is equal to nRT എന്നാണ് ഐഡിയൽ ഇക്വേഷനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. കൃത്യമായി പഠിക്കുക, സിമ്പിളാണ്. ആദ്യം ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ എഴുതുക, ദെൻ ചാൾസ് ലോ, ദെൻ അവോഗാഡ്രോ ലോ. കമ്പൈനിങ് ദീസ് 3 ഇക്വേഷൻ വി ഗെറ്റ് V proportional to NT/P. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രൊപ്പോർഷണൽ ഒഴിവാക്കി ഈക്വൽ ടു കൊടുത്തു. അതിൻ്റെ കൂടെ ഈക്വൽ ടു കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് അപ്ലൈ ചെയ്തു. ഇവിടെ ഉപയോഗിച്ച കോൺസ്റ്റൻറ്റ് ആറിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ V is equal to RNT/P. പീനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ PV is equal to nRT. ഇതാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഫോർ 1 mole ഓഫ് എ ഗ്യാസ്, N is the number of mole ആണല്ലോ അല്ലേ? അപ്പോൾ 1 mole ഗ്യാസിൻ്റെ കേസിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താവും? N is equal to 1 ആയി മാറും. അപ്പോൾ എന്തായി? PV is equal to RT. ഫോർ 1 mole ഓഫ് ഗ്യാസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് PV is equal to RT. കൃത്യമായി പഠിക്കുക. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT. എങ്ങനെയാണ് അത് കിട്ടിയത്? കമ്പൈനിങ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ. ബോയിൽസ് ലോയുടെ ഇക്വേഷൻ മറക്കരുത്, V proportional to 1/P. ചാൾസ് ലോൻ്റെ ഇക്വേഷൻ V proportional to T. അവോഗാഡ്രോ ലോൻ്റെ ഇക്വേഷൻ V proportional to N. ഓക്കെ, ഇനി ആറിന് ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട്. ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് R. ഈ ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഡിപ്പെൻഡ് അപ്പോൺ ദി യൂണിറ്റ്സ് ഇൻ വിച്ച് പ്രഷർ ആൻഡ് വോള്യം
are expressed. Let us calculate the value of R when pressure or volume are expressed in different unit. നിങ്ങളിവിടെ വാല്യൂസ് ഒന്ന് പഠിച്ചാൽ മതി. ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് ഓർത്ത് വെക്കുക. ആർ ഇസ് ഈക്വൽ ടു, ആറിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. എന്താ ഈ ഡിഫറെൻറ്റ് വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്? യൂണിറ്റ്, പ്രഷറും വോള്യവും എക്സ്പ്രസ് ചെയ്ത യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ന്യൂമറിക്കൽ വാല്യൂ, ആറിൻ്റെ വാല്യൂ. ഓക്കെ, ഫസ്റ്റ് വാല്യൂ ആർ ഇസ് ഈക്വൽ ടു 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. അതായത് ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്നത് പ്രഷർ അറ്റ്മോസ്ഫിയറിലും വോള്യം ലിറ്ററിലുമാണെങ്കിൽ, പ്രഷർ അറ്റ്മോസ്ഫിയറിലും വോള്യം ലിറ്ററിലുമാണ് എക്സ്പ്രസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? കാണാതെ പഠിക്കുക. പ്രഷർ അറ്റ്മോസ്ഫിയറിലും വോള്യം ലിറ്ററിലുമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആറിൻ്റെ വാല്യൂ, ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ആറിൻ്റെ വാല്യൂ 0.0821. യൂണിറ്റ് പഠിക്കണം. ലിറ്റർ, ATM, കെ ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ്. ഇനി അനദർ വാല്യൂ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു 8.314 ഇൻറ്റു 10⁻⁷. R in ergs per degree per mole, ergs degree ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ 8.314 ഇൻറ്റു 10⁻⁷. ഇനി ആറിൻ്റെ വാല്യൂ കലോറീസിലാണെങ്കിൽ, ആറിൻ്റെ വാല്യൂ കലോറീസിലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 1.987. ആറിൻ്റെ വാല്യൂ ജൂളിലാണെങ്കിൽ, അതായത് SI യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ. ആർ ഇൻ SI യൂണിറ്റ്, SI യൂണിറ്റിൽ ആറിൻ്റെ വാല്യൂ SI യൂണിറ്റിൽ എന്താണ്? 8.314 ജൂൾ കെ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ജൂൾ എന്ന് പറയുന്നത് the SI unit of energy is joule. The value of R in joule is obtained by substituting pressure and volume in SI unit. എങ്ങനെ ഈ വാല്യൂ കിട്ടുന്നത്? പ്രഷറും വോള്യവും SI യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. പ്രഷറിൻ്റെ വോള്യം യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ, വോള്യത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വാല്യൂ കാണാതെ പഠിക്കണം. ആറിൻ്റെ വാല്യൂ ലിറ്റർ അറ്റ്മോസ്ഫിയറിലാകുമ്പോൾ 0.0821, എർഗിലാവുമ്പോൾ 8.314 ഇൻറ്റു 10⁻⁷, കലോറീസിൽ 1.987, SI യൂണിറ്റ്സിൽ ആർ ഇൻ SI യൂണിറ്റ് എത്രയാണ്? 8.314 ജൂൾ കെ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഡെൻസിറ്റി ആൻഡ് molar mass of a gas. Density and molar mass of a gas. Ideal gasification നിങ്ങൾക്കറിയാം PV is equal to nRT. PV is equal to nRT. Ideal gasification can be rearranged as N by V equal to P by RT. N by V ഈക്വൽ ടു, ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. N by V ഈക്വൽ ടു P by RT. ഇവിടെ N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ M/M ആണ്. മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് N ഇൻ ഇക്വേഷൻ 2. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായിടോ? എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ M/M, ഇവിടെ ഓൾറെഡി V ഉണ്ട്, M/M V, MV is equal to P/RT. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ PV is equal to nRTനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. എന്ത് ചെയ്തു? N/V equal to
P/RT എന്ന് എഴുതി. N-ന് M/M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി മാസ് ബൈ വോള്യം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ് അല്ലേ? മാസ് ബൈ വോള്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൻസിറ്റിയാണ്. അതായത് ഇവിടെ D/M. D/ ഡെൻസിറ്റി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? D എന്ന് കൊടുക്കാം. ഈ ഒരു ടേം M/V എന്നുള്ള ടേം എന്താക്കിയെടുത്തു? ഡെൻസിറ്റി. അപ്പം D/M = P/RT. ഇതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ M = DRT/P എന്ന് എഴുതാം. ഇനിയോ വേണമെങ്കിൽ M അല്ല കാണുന്നത്, P ആണ് നിങ്ങൾക്ക് കാണാൻ വന്നത് എന്നുണ്ടെങ്കിലോ P = DRT/M. ഇതൊക്കെ എന്താണ്? അതർ യൂസ്ഫുൾ ഫോംസ് ഓഫ് ഐഡിയൽ ഗ്യാസിക്കേഷൻ. ഓക്കെ, ഇക്വേഷനൊക്കെ പ്രോബ്ലംസിൽ ആവശ്യം വരും. M കാണാനുള്ള ഇക്വേഷനാണ് DRT/P. P ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. ഡെൻസിറ്റി ഒക്കെ തന്നു, പ്രഷർ കാണാൻ പറഞ്ഞു എന്നുണ്ടെങ്കിലോ ഈ M-നെ അങ്ങോട്ട് കൊണ്ടുപോവുക, P-നെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്തായി? DRT/P എന്നായി. ഓക്കെ, D എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ്. ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ്. ഇപ്പോൾ ഡെൻസിറ്റിയും മോളാർ മാസും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. അതർ യൂസ്ഫുൾ ഫോംസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് ഇത്. ഇക്വേഷനൊക്കെ ഓർത്തു വെക്കണം, പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ, ദെൻ 4ാമത്തെ പോയിന്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് റിലേറ്റിംഗ് പ്രോബ്ലംസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണ്. ഞാനിവിടെ ബോയിൽസ് ലോയും ചാൾസ് ലോനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലം കൂടി കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, ഒന്നാമത്തത് എ സാമ്പിൾ ഓഫ് ഗ്യാസ് occupies 100 liter at 1 bar pressure and 0 degree Celsius. ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യം എന്ന് പറയുന്നത് 100 ലിറ്റർ, പ്രഷറോ 1 bar പ്രഷർ, ടെമ്പറേച്ചർ 0. What additional pressure is required to gas volume to 5 liter at the same temperature? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായി. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായാൽ നിങ്ങളെ മനസ്സിൽ വരണം അത് ഏത് ലോ ആണ്? ബോയിൽസ് ലോ ആണ് അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ P1 തന്നിട്ടുണ്ട്. P1 എത്രയാണ്? 1 bar പ്രഷർ. പിന്നെ വോള്യം തന്നിട്ടുണ്ട്. വോള്യം എത്രയാണ്? 100 ലിറ്റർ. ഈ വോള്യം എന്തായി ചേഞ്ച് ചെയ്തു? 5 ലിറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ V2 തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ലിറ്റർ. ഇനി വാട്ട് അഡീഷണൽ പ്രഷർ ഈസ് റിക്വയർഡ്, അതായത് ചേഞ്ചിങ് പ്രഷറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ P2 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ P1 V1 = P2 V2 എന്നുള്ളൊരു ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 1 bar, 1 × V1 100 = P2 ആണ് കാണേണ്ടത്. P2 × 5. P2 കാണണം. 1 × 100/5 = 20 bar. അപ്പോൾ P2 കിട്ടി 20 bar. പക്ഷെ അതല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് അഡീഷണൽ പ്രഷർ ഈസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ ഗ്യാസ് വോള്യം ടു 5 ലിറ്റർ. 5 ലിറ്റർ ആയിട്ട് ഈ 100 ലിറ്റർ വോള്യമുള്ള ഈ വോള്യം 5 ലിറ്റർ ആക്കാൻ 1 bar പ്രഷറിൽ നിന്ന് എത്ര അഡീഷണൽ പ്രഷർ യൂസ് ചെയ്തു? ഇവിടെ നമുക്ക് P2 എത്ര കിട്ടിയത്? 20 ആണ് അല്ലേ? അപ്പോൾ എത്ര കൂടുതൽ ഉപയോഗിച്ചു എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? P2 P1 മൈനസ് ചെയ്താൽ എത്ര അഡീഷണൽ പ്രഷർ ഇവിടെ യൂസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര അഡീഷണൽ പ്രഷർ യൂസ് ചെയ്തു? 19 bar അഡീഷണൽ പ്രഷറാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം നോക്കാം. 600 cm³ of a gas measured at 27 degrees Celsius is heated to 127 degrees Celsius keeping the pressure constant. പ്രഷർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്തോർമ്മ വരണം? ചാൾസ് ലോ ആണ്. കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഇൻ വോള്യം ഓഫ് ദി ഗ്യാസ്. ഇൻക്രീസ് ഇൻ വോള്യം.
V1 തന്നിട്ടുണ്ട് 600 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ഗ്യാസ്. V1 വോള്യമാണ് ചോദിച്ചിട്ടുള്ളത്, വോള്യം ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ V2 ആണ് നമ്മൾക്ക് കാണേണ്ടത്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, അത് എത്രയായി 127 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ചേഞ്ച് ചെയ്തു അല്ലേ. സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്. ചാൾസ് ലോ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു സെൽഷ്യസിലുള്ള സംഗതിനെ കെൽവിനിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? +273 ആഡ് ചെയ്യുക. അപ്പോൾ അതെന്തിലേക്ക് കൺവേർട്ടായി? കെൽവിനിലേക്ക്. 27 + 273 300 ആയി. ഇവിടെ 127 ആണ്. 127 + 273 4. എപ്പോഴും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഏത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്? ചാൾസ് ലോ. നേരത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരുന്നു, അപ്പോൾ നമ്മൾ ബോയിൽസ് ലോ അപ്ലൈ ചെയ്തു. ഇവിടെ പ്രഷറാണ് കോൺസ്റ്റൻ്റ്, അപ്പോൾ ചാൾസ് ലോ അപ്ലൈ ചെയ്തു. എന്താ ചാൾസ് ലോൻ്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. V1/T1 = V2/T2. V1 600, T1 300, V2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് /400. ഇപ്പോൾ V2 = 600 × 400 / 300, 800 എന്ന് കിട്ടി. V2 ആണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അല്ല, ഇൻക്രീസ് ഇൻ വോള്യം. എത്ര വോള്യം ഇൻക്രീസ് ചെയ്തു? അപ്പോൾ എന്ത് ചെയ്താൽ മതി? V2ന്ന് V1 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? ഇൻക്രീസ് ഇൻ വോള്യം കിട്ടി. ഓക്കെ, നിങ്ങളൊന്നും ഇക്വേഷൻസ് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 10.0 gram of oxygen were introduced into an evacuated flask of 5.0 liter capacity maintained at 27 degrees Celsius. Calculate the pressure exerted by the gas. Calculate the pressure exerted by the gas. Pressure അല്ലേ? P ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? 10 gram ഓഫ് ഓക്സിജൻ ആറ്റം. മാസ് തന്നിട്ടുണ്ട് അല്ലേ? ഓക്സിജൻ്റെ മാസ് തന്നിട്ടുണ്ട്. 5.0 ലിറ്റർ കപ്പാസിറ്റി, അതായത് വോള്യം തന്നിട്ടുണ്ട്. വോള്യം 5 ലിറ്റർ = 5 ഡെസിമീറ്റർ ക്യൂബ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 + 273 നമ്മൾ ചെയ്തു 300. പ്രഷറാണ് ചോദിച്ചത്. വോള്യവും തന്നു, ടെമ്പറേച്ചറും തന്നു, മാസ് തന്നു അല്ലേ? നിങ്ങൾക്ക് കാണാം. എന്താ ചെയ്താൽ മതി? എന്താണ് ഇക്വേഷൻ? മാസ് തന്നാൽ n കണ്ടൂടെ? എനിക്ക് കണ്ടൂടെ? എന്താ n കാണാനുള്ള ഇക്വേഷൻ? മാസ് ബൈ മോളാർ മാസ്. എനിക്ക് നേരത്തെ പറഞ്ഞു തന്നു. n കാണാൻ എന്ത് ചെയ്താൽ മതി? മാസ് ബൈ മോളാർ മാസ് തന്നാണ്. അപ്പോൾ മാസ് ഓൾറെഡി തന്നു 10. ആരാണ്? ഓക്സിജൻ ആണെന്ന് പറഞ്ഞു. ഓക്സിജൻ്റെ മോളാർ മാസ് നിങ്ങൾക്ക് അറിയാം. എല്ലാവർക്കും ഓരോന്നിൻ്റെ മോളാർ മാസ് അറിയണം. അപ്പോൾ 32. അപ്പോൾ എന്ത് കിട്ടും? n കിട്ടും. അപ്പോൾ n-ഉം അറിയാം, R-ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാണാതെ അറിയണം. R-ൻ്റെ വാല്യൂ കാണാതെ അറിയണം. എത്രയാണ് R-ൻ്റെ വാല്യൂ? 0.083. 0.083 ബാർ ഡെസിമീറ്റർ ക്യൂബ്. ഞാൻ ഈ വാല്യൂ നേരത്തെ പറയാൻ വിട്ടിട്ടുണ്ട്. അതായത് പ്രഷർ എക്സ്പ്രസ്ഡ് ഇൻ ബാർ ആൻഡ് വോള്യം ഇൻ ഡെസിമീറ്റർ ക്യൂബ്. വോള്യം ഡെസിമീറ്റർ ക്യൂബിലും പ്രഷർ ബാറിലുമാണെങ്കിൽ അവിടെ എന്തുപയോഗിക്കുക? 0.083. നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇനി 5 ലിറ്ററിലാണ് എന്നുണ്ടെങ്കിൽ 0.0821 ഉപയോഗിച്ചൂടെ എന്ന്. ഉപയോഗിക്കാം. ഈ കേസിൽ 0.0821 എന്നും ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? PV = nRT എന്നല്ലേ? ഇതിൽ നമ്മളോട് എന്താ ചോദിച്ചത്? പ്രഷറാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. P = nRT/V എന്ന് എഴുതിക്കൂടെ? PV = nRT. അതിൽ P ചോദിച്ചു, അപ്പോൾ ഈ വീനെ അങ്ങോട്ട് കൊണ്ടുപോയി. P = nRT/V. ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n-ൻ്റെ വാല്യൂ 10/32.
ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വോള്യം 5. അപ്പോൾ എന്താ 1.55 ബാർ. നമ്മളിവിടെ 0.083 എടുക്കാൻ കാരണം പ്രഷർ എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ബാറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, പ്രഷർ ബാറിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആറിൻ്റെ വാല്യൂ 0.083 എന്നാണ്. ഓക്കെ, പ്രഷർ ATMലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്തെടുത്താൽ മതി? ആറിൻ്റെ വാല്യൂ 0.0821 എന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി പഠിക്കുക. അനദർ പ്രോബ്ലം, 34.05 ml of phosphorus vapor measured at 546 degrees Celsius and 1 bar pressure was found to have mass 0.0625 gram. മോളാർ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇക്വേഷൻ എന്താണ്? PV = nRT. മോളാർ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എവിടെ ഈ മോളാർ മാസ് എന്നുള്ള സംഗതി വരുന്നത്? എന്നിലാണ് അല്ലേ? W/m, where W is the mass and m is the molecular mass. നമ്മൾ ഇക്വേഷൻ എന്തായി? PV = n പകരം W/m RT. ഇതിൽ m കാണാൻ എന്ത് ചെയ്താൽ മതി? m-നെ അങ്ങോട്ട് കൊണ്ടുപോവുക, PV-നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ m = WRT/PV എന്നാക്കുക. നമുക്ക് കാണാനുള്ളത് m അല്ലേ? അപ്പോൾ m = PV = WRT/m എന്ന് എഴുതി. എവിടുന്നാണ് അത് കിട്ടിയത്? n = W/m ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ m = WRT/PV. കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി ഓരോ വാല്യൂസ് നോക്കുക. W തന്നിട്ടുണ്ട് അല്ലേ? മാസ് തന്നിട്ടുണ്ട്. ദെൻ പ്രഷർ തന്നിട്ടുണ്ട്, 1 ബാർ പ്രഷർ. വോള്യം തന്നിട്ടുണ്ട്, എത്രയാ? 34.05. ഡെസിമീറ്റർ ക്യൂബിലേക്ക് ആക്കുക, /1000. ആറിൻ്റെ വാല്യൂ, പ്രഷർ ബാറിലാണ്, അപ്പോൾ ആറിൻ്റെ വാല്യൂ 0.083. ടെമ്പറേച്ചർ സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്, അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക, +273. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W 0.0625 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.083, ടെമ്പറേച്ചർ 819 ഡിവൈഡഡ് ബൈ പ്രഷർ 1 ഇൻറ്റു വോള്യം എത്രയാണ്? 34.05നെ by 1000 ചെയ്യുമ്പോൾ 0.03405 ചെയ്താൽ നമുക്ക് 124.77 gram mole inverse. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസിഫിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ട് ഇനിയും പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇനി റിവിഷൻ പോർഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ അവോഗാഡ്രോ ലോയും ഐഡിയൽ ഗ്യാസിഫിക്കേഷനുമാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി പഠിക്കുക. നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഫോക്കസ് ഏരിയയിലെ ലാസ്റ്റ് 2 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.